അമ്പ ഭീഷ്മരോട് പറഞ്ഞു അവൾ സാൽവൻ എന്ന രാജാവുമായി ഇഷ്ടത്തിലാണെന്ന്. രണ്ടുപേരും സ്വയംവരവേദിയിൽ വെച്ച് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതുമായിരുന്നു. ഇത് അമ്പയുടെ അച്ഛൻ അറിയുകയും ചെയ്യാം. ഭീഷ്മർ വേണ്ട രീതിയിൽ കാര്യാലോചന നടത്തി അമ്പയെ സാൽവൻ്റെ അടുത്തേക്ക് അയച്ചു. വളരെ സന്തോഷത്തോടെ വന്ന അമ്പയെ സാൽവൻ സ്വീകരിച്ചില്ല. ഭീഷ്മർ അപഹരിച്ച പെണ്ണിനെ സ്വീകരിക്കുന്നത് തൻ്റെ അന്തസ്സിന് ചേരില്ല എന്ന് പറഞ്ഞു സാൽവൻ. അമ്പയ്ക്ക് എവിടെയും സ്ഥാനമില്ലാതെയായില്ലേ. അവളൊരാശ്രമത്തിൽ അഭയം തേടി. ഋഷിമാർ അവളോട് അച്ഛനമ്മമാരുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ ബന്ധുക്കളൊക്കെ തന്നെ അപമാനിക്കുമെന്ന് പേടിച്ച് അവൾ പോയില്ല. ഹോത്രവാഹനൻ എന്ന ഋഷി അമ്പയുടെ മുത്തശ്ശനായിരുന്നു. ഈ വിവരമെല്ലാം അറിഞ്ഞ് അദ്ദേഹം അമ്പയെ പരശുരാമൻ്റെ അടുത്തേക്ക് അയച്ചു. പരശുരാമൻ ഭീഷ്മരുടെ ഗുരുവാണ്. അദ്ദേഹം ഭീഷ്മരോട് അമ്പയെ സ്വീകരിക്കാൻ പറഞ്ഞു. ഭീഷ്മർ അനുസരിച്ചില്ല. രണ്ടുപേരും തമ്മിൽ ഗംഭീര യുദ്ധമായി. പരശുരാമനും ഭീഷ്മരെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല. ഭീഷ്മരെ കൊല്ലണമെന്ന ആഗ്രഹത്തോടെ നടന്ന അമ്പയ്ക്ക് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. ഒടുവിൽ അമ്പ പരമശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി.